ഇവിടെ വന്നിട്ട് അതിന് അത്രയും ചൂടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഉടനെ സ്റ്റാർട്ട് ചെയ്യും തോന്നുന്നു ചൂടൊക്കെ. നിങ്ങളവിടെ ഇപ്പം യുനോ 2 മാസം കൂടെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂടിന്റെ ഒരു ടൈമിൽ നിങ്ങൾക്ക് എത്ര നേരമാണ് ഇങ്ങനെ പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? അതുവല്ലോം പബ്ലിഷ് ഉണ്ട് ഉണ്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചൂട് കൂടുതലാണെങ്കിൽ ടൈം മാറും, ടൈം ഷിഫ്റ്റ് മാറും. എനിക്കൊന്ന് 2.5 മാസം തോന്നുന്നല്ലേ? മേ ബി. പൊന്നു ഇവിടെ വന്നോ സ്വാഗതം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. ഫണ്ടില്ലെങ്കിൽ ഹായ് പറയുന്നുണ്ട്. ഫാൻസ് ഓ എന്ന് പറയുന്നുണ്ട്, ഫാൻസ് ഓ എന്ന് പറയുന്നുണ്ട്. രമ്യ ഹായ് പറയുന്നുണ്ട്. മഹേഷ് ചേട്ടൻ സുഖമാണോ സബ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. സബ് ചെയ്തില്ലയോ? അതെന്ത് പറ്റി? അതെന്താ? എന്ത് സംഭവം മനസ്സിലായില്ല. ഓക്കെ. ഫൺവില്ല തൊഴുന്നുണ്ട് രമ്യ. നന്ദൂന്ന് വിളിക്കുന്നുണ്ട്. ബ്രോ പോയോ? ഹരിബ്രോ ഹലോ ഹരിബ്രോ ഹലോ എന്ത് പറ്റി? ഹലോ ഹരിബ്രോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ പുള്ളിക്കാരൻ എന്തൊരു കോള് വന്നോ? ഹരിബ്രോ ഹലോ. നന്ദൂന്ന് വിളിക്കുന്നുണ്ട്. ഹലോ അത് തന്നെ. ഹലോ എന്ത് പറ്റി ബ്രോ താഴെ പോയത്? എന്ത് പറ്റി താഴെ പോയത്? കട്ടായോ? ഇല്ല ഞാൻ കട്ടാക്കിയൊന്നുമല്ല. ഹായ് ഏട്ടാന്ന് പറയുന്നുണ്ട്. കട്ടായി പോയല്ലേ? ഓക്കെ. എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ബ്രോ കേറി വാ, ഒന്നുകൂടെ കേറി വാ ബ്രോ. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എന്താന്ന് അറിയില്ല. കേറി വാ. ഫൺവില്ല കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് രമ്യ. രമ്യ ഇങ്ങനെ കിടന്ന് ഇറ്റസായി പറയുന്നുണ്ട്. കട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. കിട്ടുവാന്ന് പറയുന്നുണ്ട്. അത് തന്നെ. വാ, ഒന്നുകൂടെ കേറി വാ. എന്തോന്ന് അറിയത്തില്ല. ചിലപ്പം ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. കിട്ടുകയോ വാ എന്ന് പറയുന്നുണ്ട്. സോറിടാ, ആക്ച്വലി എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. പെട്ടെന്ന് എനിക്കൊന്ന് ബ്ലൂടൂത്ത് എന്തെങ്കിലും ഇതായതായിരിക്കും തോന്നുന്നു കേട്ടോ. ഹരിയേട്ടാ കേറൂ എന്ന് പറയുന്നുണ്ട്. കേറിയിട്ടുണ്ട് കേട്ടോ. സോറി, എന്താ പറ്റിയെന്ന് അറിയില്ല. പെട്ടെന്ന് കട്ടായി പോയി. സഡനായിട്ട് പെട്ടെന്ന് കട്ടായി പോട്ടോ, എന്താണെന്ന് അറിയില്ല. ഫൺവില്ല ബ്രോ. അത് ഞാൻ അയച്ച മെസ്സേജ് അല്ലേ? ബ്രോ ഒരു പാട്ട് പാടേ ബ്രോ. എന്തെങ്കിലും ഒരു ചെറിയ 2-3 വരി പാട്ട് പാടാതിരിക്കത്തില്ല? ഒന്നും അല്ലെങ്കിലും ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാതിരിക്കത്തില്ല? ഒരു എന്തെങ്കിലും 2-3 വരി പാട്. എന്റെ ഈശോയെടാ, ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്റെ ലൈവിലും വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പാടുന്നത് കേട്ടിട്ട് അവരോടി വെറുതെ. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. എന്റെ പാട്ട് സഹിക്കുന്നില്ല. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പാടി. എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ ഇടും ബ്രോ പാടുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ പാടാം. ഓക്കെ, ഞാനിവിടെ പാടിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ നോക്കട്ടെ. അത് നോക്കട്ടെ പാട്ട് എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് ഞാൻ പാടണോ വേണ്ടെന്ന് ആലോചിക്കാം. നമ്മുടെ കൊല്ലംകാരുടെ ഷാഫിയുടെ പാട്ടായിക്കോട്ടെ. എന്താ, ഒരു ആൽബം സോങ് ഉണ്ടല്ലോ. പാടിക്കോളൂ. പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വെച്ചതാർക്കു വേണ്ടി? സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽബിൽ നീ ഇഷ്ടമാകെ കാത്തു വെച്ചതാർക്കു വേണ്ടി? ചൊല്ലു റജില, എന്റെ റജില, ചൊല്ലു റജില, എന്റെ റജില. പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വെച്ചതാർക്കു വേണ്ടി? സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ നീ ഇഷ്ടമാകെ കാത്തു വെച്ചതാർക്കു വേണ്ടി? ഓക്കെ, നമ്മള് ഫുള്ളായത് അറിയത്തില്ല, എല്ലാത്തിന്റെയും ഷോർട്ടൊക്കെ അറിയാവും. ആക്ച്വലി വന്നിട്ട് ബ്രോയ്ക്ക് നല്ലതൊന്നുമല്ല, ഞാൻ അന്ന് വെച്ചാൽ അത്ര പെർഫെക്ഷൻ ഉണ്ടെന്നില്ല. എന്നാലും ബ്രോ ഇത്രയും നല്ലതുപോലെ പാടുമ്പോ ഇതിന്റെയൊക്കെ ഏഴയിലത്തോലും എനിക്ക് പാടാൻ അറിയില്ല. പറഞ്ഞോണ്ട് ഇത്രയും ഇതൊന്നും അല്ല. പാടിക്കോ ബ്രോ. അങ്ങനെ ഇതിനകത്ത് ആരും അങ്ങനെ കളിയാക്കത്തൊന്നുമില്ല ബ്രോ. പാടിക്കോ ബ്രോ. ഒരു പാട്ട് ഗീച്ച് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിക്കൊരു ഒറ്റ ലൈനേ അറിയുള്ളൂ. ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ. आता है मुझे
जिंदगी